ലോകം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലാണ്. പശ്ചിമേഷ്യ കത്തുന്നു, മിസൈലുകൾ ആകാശത്ത് പാറി നടക്കുന്നു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജലപാതയായ ഹോർമൂസ് കടലിടുക്ക് അടച്ചു പൂട്ടപ്പെട്ടിരിക്കുന്നു. ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുന്നു. അമേരിക്കയും യൂറോപ്പും ചൈനയും എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നു. ആഗോള സാമ്പത്തിക വ്യവസ്ഥ തകർച്ചയുടെ വക്കിലുമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഭീകരമായ സാഹചര്യത്തിൽ 140 കോടി ജനങ്ങളുള്ള നമ്മുടെ ഭാരതം എങ്ങനെയാണ് ഇത്രത്തോളം ശാന്തമായിട്ടിരിക്കുന്നത്? ലോകം മുഴുവൻ ഇരുട്ടിലേക്ക് കൂപ്പുകുത്തുമ്പോൾ നമ്മുടെ വീടുകളിൽ എങ്ങനെയാണ് വെളിച്ചം അണയാതെ നിൽക്കുന്നത്? എങ്ങനെയാണ് നമ്മുടെ വിപണികളിൽ ഇന്നും സാധനങ്ങൾ സുലഭമായി ലഭിക്കുന്നത്? അതിനെല്ലാം ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: നരേന്ദ്ര ദാമോദർ ദാസ് മോദി. സംഭവം നിസ്സാരമല്ല. യുദ്ധത്തിന്റെ കരിനിഴൽ വീണ നിമിഷം തന്നെ തന്റെ മുഖ്യമന്ത്രിമാരെ വിളിച്ച് രാജ്യം ഒറ്റക്കെട്ടാണെന്ന് പ്രഖ്യാപിച്ച ആ ചാണക്യതന്ത്രം, ഭാരതത്തിന്റെ ഓരോ ഇഞ്ചും സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തിയ ആ നിശ്ചയദാർഢ്യം, ഇന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഇന്ത്യയിലേക്കാണ്. പ്രതിസന്ധികളെ അവസരമാക്കി മാറ്റുന്ന മോദി മാജിക് ഇതാ വീണ്ടും ആവർത്തിക്കുന്നു. എന്താണ് മുഖ്യമന്ത്രിമാരുമായുള്ള ആ നിർണായക യോഗത്തിൽ സംഭവിച്ചത്? മോദി എടുത്ത ആ വിപ്ലവകരമായ തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? ഈ പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ എങ്ങനെയാണ് ലോകത്തിന് വഴികാട്ടിയാകുന്നത്? നമുക്ക് ഇന്ന് വിശദമായി തന്നെ ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കാം. എന്തായാലും ഒന്നും അറിയാം, ഇത് ഇന്ത്യയുടെ അതിജീവനത്തിന്റെ കഥയല്ല, ഇത് ഇന്ത്യയുടെ വിജയഗാഥയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷം കേവലം ഒരു അതിർത്തി തർക്കമല്ല, അത് ലോകത്തിന്റെ ഇന്ധന വിതരണ ശൃംഖലയുടെ നട്ടെല്ലിനെയാണ് ബാധിച്ചിരിക്കുന്നത്. പേർഷ്യൻ ഗൾഫിനും ഒമാൻ ഉൾക്കടലിനും ഇടയിലുള്ള ആ ഇടുങ്ങിയ ജലപാത, ഹോർമുസ് കടലെടുക്ക്, ലോകത്തിലെ പെട്രോളിയം കയറ്റുമതിയുടെ 1/3 കടന്നു പോകുന്നത് ഇതിലൂടെയാണ്. ഈ പാത അടഞ്ഞാൽ എണ്ണവില ഇരട്ടിയാകും. എണ്ണവില കൂടിയാൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കും. പണപ്പെരുപ്പം നിയന്ത്രണാതീതമാകും. എന്നാൽ ഇവിടെയാണ് ഒരു ദീർഘവീക്ഷണമുള്ള ഭരണാധികാരിയുടെ പ്രസക്തി. മോദി വെറുതെ ഇരിക്കുകയല്ല. സംഘർഷം തുടങ്ങിയ നിമിഷം തന്നെ അദ്ദേഹം ഇതിനെ പ്രതിരോധിക്കാനുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞിരുന്നു. മാർച്ച് 3 മുതൽ തന്നെ ഒരു അന്തർ മന്ത്രാലയ സമിതി അഥവാ ഇന്റർ മിനിസ്റ്റീരിയൽ കമ്മിറ്റി രൂപീകരിച്ച് ഓരോ സെക്കൻഡും അന്താരാഷ്ട്ര സാഹചര്യം നിരീക്ഷിക്കാനായി അദ്ദേഹം ഉത്തരവിട്ടു. വിദേശകാര്യം, പെട്രോളിയം, ഷിപ്പിംഗ്, പ്രതിരോധം എന്നീ മന്ത്രാലയങ്ങൾ ഏകോപിപ്പിച്ച് ഒരു സുരക്ഷാ കവചം അദ്ദേഹത്തിന് ഇന്ത്യക്ക് ചുറ്റും തീർത്തു. ലോക നേതാക്കൾ പ്രസ്താവനകളിൽ ഒതുങ്ങിയപ്പോൾ മോദി കർമ്മപഥത്തിലിറങ്ങി പ്രവർത്തിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിമാരുമായുള്ള കൂടിക്കാഴ്ചയിൽ മോദി മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ടീം ഇന്ത്യ എന്നതാണ്. ഇന്ത്യ എന്നത് ഒരു കേന്ദ്ര സർക്കാർ മാത്രമല്ല, അത് എല്ലാ സംസ്ഥാനങ്ങളും ചേർന്ന ആ 28 കുടുംബങ്ങൾ ചേർന്ന ഒന്നാണെന്ന് അദ്ദേഹം വീണ്ടും ഓർമ്മിപ്പിച്ചു. രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് രാജ്യത്തിന് വേണ്ടി ഒന്നിക്കണം. പ്രതിസന്ധി ഘട്ടങ്ങളിൽ വികേന്ദ്രീകരിക്കപ്പെടാനും, എന്നാൽ ലക്ഷ്യം ഒന്നായിരിക്കണം. കോവിഡ് മഹാമാരിയുടെ സമയത്ത് ലോകം ഭാരതത്തെ എഴുതിത്തള്ളിയതാണ്. എന്നാൽ അന്ന് മുഖ്യമന്ത്രിമാരെ വിശ്വാസത്തിലെടുത്ത് അവരോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച് ഇന്ത്യയെ രക്ഷിച്ച അതേ വീര്യം മോദി ഇന്നും പുറത്തെടുക്കുന്നു. കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒരുമിച്ച് നിന്നാൽ തകർക്കാൻ കഴിയാത്ത പ്രതിസന്ധികളില്ല. അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ ഓരോ ഇന്ത്യക്കാരനും ആത്മവിശ്വാസം നൽകുന്നതാണ്. വിതരണ ശൃംഖല തടസ്സപ്പെടാതെ നോക്കാനും സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഏകോപനം ഉറപ്പാക്കാനും അദ്ദേഹം നൽകിയ നിർദ്ദേശങ്ങൾ വരാനിരിക്കുന്ന വലിയ വിപത്തുകളെ തടയാൻ പ്രാപ്തിയുള്ളവയാണ്. യുദ്ധകാലത്തെ ഏറ്റവും വലിയ ശത്രു പട്ടിണിയാണ്. സാധനങ്ങൾ വിപണിയിൽ ഉണ്ടെങ്കിലും അവ സാധാരണക്കാരിലേക്ക് എത്താതിരിക്കാൻ ചിലർ ശ്രമിക്കാറുണ്ട്. ലാഭക്കൊതിയന്മാരായ വ്യാപാരികൾ സാധനങ്ങൾ പൂഴ്ത്തിവെച്ച് വില വർദ്ധിപ്പിക്കാനായി ശ്രമിക്കും. എന്നാൽ മോദി സർക്കാർ അതിന് അനുവദിക്കില്ല. മുഖ്യമന്ത്രിമാരോട് മോദി കർശനമായി നിർദ്ദേശിച്ചു: പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും ഒരു കാരണവശാലും അനുവദിക്കരുത്. സംസ്ഥാന ജില്ലാ തലങ്ങളിൽ കൺട്രോൾ റൂമുകൾ 24 മണിക്കൂറും സജീവമാക്കാനായി അദ്ദേഹം ഉത്തരവിട്ടു. പാവപ്പെട്ടവന്റെ അടുക്കളയിൽ തീ പുകയുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്നത് സർക്കാരിന്റെ പ്രഥമ പരിഗണനയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. നമ്മുടെ രാജ്യത്തെ ചരക്ക് നീക്കം തടസ്സമില്ലാതെ നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തത്സമയ നിരീക്ഷണം ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇതാണ് യഥാർത്ഥ ജനകീയ ഭരണം എന്ന് പറയുന്നത്. ഓരോ പൗരന്റെയും അന്നത്തിന് കാവൽ നിൽക്കുന്ന ഒരു കാവൽക്കാരനായി മോദി മാറിയിരിക്കുന്നു. ഇന്ത്യയുടെ നട്ടെല്ല് കർഷകനാണ്. പശ്ചിമേഷ്യൻ പ്രതിസന്ധി വളം നിർമ്മാണത്തെയും ഇറക്കുമതിയെയും ബാധിച്ചേക്കാം. എന്നാൽ നമ്മുടെ കർഷകർ ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല. വരാനിരിക്കുന്ന ഖാരിഫ് സീസണിന് മുന്നോടിയായി വളം സംഭരണവും വിതരണവും സുഗമമാക്കാനായി മോദി മുൻകൂട്ടി പ്ലാൻ തയ്യാറാക്കി. വളത്തിന്റെ ലഭ്യത കുറയാതെ നോക്കാനും കർഷകർക്ക് മിതമായ നിരക്കിൽ അവ ലഭ്യമാക്കാനും പ്രത്യേക സമിതിയെ നിയോഗിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ വളത്തിന്റെ അസംസ്കൃത വസ്തുക്കളുടെ വില കൂടിയാലും അതിന്റെ ഭാരം ഭാരതത്തിലെ കർഷകന്റെ ചുമലിൽ വീഴാൻ മോദി അനുവദിക്കില്ല. കർഷക ക്ഷേമത്തിനായുള്ള ഈ കരുതൽ ഇന്ത്യയുടെ ഭക്ഷ്യ സുരക്ഷയെ തന്നെ ഉറപ്പിച്ചു നിർത്തുന്നു. ലോകം പട്ടിണിയെ ഭയപ്പെടുമ്പോൾ ഇന്ത്യ മിച്ചം വരുന്ന ഭക്ഷണം ലോകത്തിന് നൽകാനായി സജ്ജമായി നിൽക്കുകയാണ്. യുദ്ധകാലത്ത് വെടിയുണ്ടകളേക്കാൾ അപകടകരമാണ് വ്യാജ വാർത്തകൾ. സോഷ്യൽ മീഡിയയിലൂടെ പരിഭ്രാന്തി പരത്താനും
സാമ്പത്തിക അസ്ഥിരതയുണ്ടാക്കാനും ചില ദേശവിരുദ്ധ ശക്തികൾ ശ്രമിക്കും. ഇതിനെതിരെ മോദി നൽകിയ മുന്നറിയിപ്പ് വളരെ വ്യക്തമാണ്. തെറ്റായ വിവരങ്ങൾ തടയണം, വിശ്വസനീയമായ വിവരങ്ങൾ കൃത്യസമയത്ത് ജനങ്ങളിലേക്ക് എത്തിക്കണം. ഓൺലൈൻ തട്ടിപ്പുകൾക്കും വ്യാജ ഏജന്റുമാർക്കുമെതിരെയുള്ള ജാഗ്രത അദ്ദേഹം കർശനമാക്കി. ഡിജിറ്റൽ ഇന്ത്യയെ സുരക്ഷിതമാക്കാനുള്ള ഈ നീക്കം സാധാരണക്കാരെ ചൂഷണങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു. പരിഭ്രാന്തരാകാതെ സർക്കാരിൽ വിശ്വസിക്കാനായി അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഒരു നേതാവ് ജനങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ കരുത്ത് സത്യമാണ്. ഭാരതം 3 വശവും കടലിനാൽ ചുറ്റപ്പെട്ട രാജ്യമാണ്. നമ്മുടെ വ്യാപാരത്തിന്റെ വലിയൊരു ഭാഗവും കടൽ വഴിയാണ് നടക്കുന്നത്. ഷിപ്പിംഗ് മേഖലയിലെ വെല്ലുവിളികൾ നേരിടാൻ തീരദേശ സംസ്ഥാനങ്ങൾക്ക് മോദി പ്രത്യേക ചുമതലകൾ നൽകി. തീരദേശ സുരക്ഷ വർദ്ധിപ്പിക്കാനും തുറമുഖങ്ങളിലെ പ്രവർത്തനം വേഗത്തിലാക്കാനും അദ്ദേഹം നിർദ്ദേശിച്ചു. കടൽ കൊള്ളക്കാരുടെ ഭീഷണിയായാലും സംഘർഷ മേഖലയിലെ വെല്ലുവിളികളായാലും ഇന്ത്യൻ നാവികസേന സുസജ്ജമാണ്. ഭാരതത്തിന്റെ കപ്പലുകൾക്ക് സംരക്ഷണം നൽകാൻ നമ്മുടെ സേന മുൻപന്തിയിലുണ്ട്. ലോകരാജ്യങ്ങൾ നമ്മുടെ നാവിക കരുത്തിന് അത്ഭുതത്തോടെയാണ് നോക്കുന്നത്. സാഗർ സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇൻ ദ റീജിയൻ ഈ മോദിയുടെ കാഴ്ചപ്പാട് ഇന്ന് പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുന്നു. ലക്ഷക്കണക്കിന് ഭാരതീയരാണ് പശ്ചിമേഷ്യയിൽ ജോലി ചെയ്യുന്നത്. അവരുടെ കുടുംബങ്ങൾ ഇന്ന് വലിയ ആശങ്കയിലാണ്. എന്നാൽ മോദി അവർക്ക് നൽകുന്ന വാക്ക്, നിങ്ങളുടെ സുരക്ഷ എൻ്റെ ഉത്തരവാദിത്തമാണ്. മധ്യേഷ്യൻ രാജ്യങ്ങളിൽ പൗരന്മാരുള്ള സംസ്ഥാനങ്ങൾ ഹെൽപ്പ് ലൈനുകൾ തുറക്കാനും നോഡൽ ഓഫീസർമാരെ നിയമിക്കാനും അദ്ദേഹം ഉത്തരവിട്ടു. വിദേശകാര്യ മന്ത്രാലയവുമായി ചേർന്ന് ഓരോ ഇന്ത്യക്കാരൻ്റെയും വിവരങ്ങൾ ശേഖരിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കുകയും ചെയ്യുന്നു. മുമ്പ് ഉക്രൈനിലെ യുദ്ധഭൂമിയിൽ നിന്നും യമനിൽ നിന്നും സുഡാനിൽ നിന്നും ആയിരക്കണക്കിന് ഇന്ത്യക്കാരെ സ്വന്തം നാട്ടിലെത്തിച്ച ആ ചങ്കൂറ്റം നമ്മൾ കണ്ടതാണ്. ഇന്ത്യക്കാരന്റെ പാസ്പോർട്ടിന് ഇന്ന് ലോകത്തിന് മുന്നിൽ ഒരു വലിയ വിലയാണ്. അത് നരേന്ദ്രമോദി എന്ന ഭരണാധികാരി നേടിത്തന്നതാണ്. എവിടെയും ഇന്ത്യക്കാരൻ തനിച്ചല്ല, അവന് പിന്നിൽ ഒരു കരുത്തനായ നായകനുണ്ട്. പെട്രോളിയത്തിന് വേണ്ടി മാത്രം നമ്മൾ പശ്ചിമേഷ്യയെ ആശ്രയിക്കുന്ന കാലമൊക്കെ മാറിക്കഴിഞ്ഞു. മോദി ഭരണത്തിന്റെ കീഴിൽ ഇന്ത്യ ഊർജ്ജ മേഖലയിൽ നടത്തിയ ആ വലിയ വിപ്ലവമാണ്. അതാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. സൗരോർജ്ജം, ഗ്രീൻ ഹൈഡ്രജൻ, എത്തനോൾ ബ്ലെൻഡിംഗ് എന്നിവയിലൂടെ നമ്മൾ സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങുകയാണ്. ഈ പ്രതിസന്ധി കാലത്ത് നമ്മുടെ തന്ത്രപരമായ എണ്ണ ശേഖരം അഥവാ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് ഉപയോഗിക്കാനും മോദി അനുമതി നൽകി. അതായത് ലോകം എണ്ണയ്ക്കായി പരക്കം പായുമ്പോൾ മാസങ്ങളോളം ഭാരതത്തിന് തടസ്സമില്ലാതെ മുന്നോട്ട് പോകാനുള്ള ശേഖരം നമ്മുടെ കൈവശമുണ്ട്. ഇത് വെറും ഒരു പ്ലാനിംഗ് അല്ല, അത് കൃത്യമായ ആസൂത്രണത്തിന്റെ ഫലമാണ്. ഇന്ന് ലോകം ഇന്ത്യയെ കാണുന്നത് കേവലം ഒരു രാജ്യം എന്ന നിലയ്ക്കല്ല, മറിച്ച് ലോകത്തിന്റെ സമാധാന പാലകൻ എന്ന നിലയ്ക്കാണ്. റഷ്യ ഉക്രൈൻ യുദ്ധമായാലും പശ്ചിമേഷ്യൻ സംഘർഷമായാലും മോദിയുടെ ഒരു ഫോൺ കോളിനായി ലോക നേതാക്കൾ കാത്തിരിക്കുന്നു. G20 അധ്യക്ഷതയിലൂടെ ഇന്ത്യ ലോകത്തെ എങ്ങനെ നയിക്കാമെന്ന് കാണിച്ചു തന്നു. ലോകം ഒരൊറ്റ കുടുംബമാണെന്ന സന്ദേശമാണ് മോദി ഉയർത്തിപ്പിടിക്കുന്നത്. ഈ പ്രതിസന്ധി ഘട്ടത്തിലും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് ലോകത്ത് തന്നെ ഒന്നാമതാണ്. വൻ ശക്തികൾ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് വീഴുമ്പോൾ ഇന്ത്യ മാത്രം കുതിച്ചുയരുകയാണ്. ഇതെങ്ങനെ സാധ്യമാകുന്നു അല്ലേ? കാരണം ഇവിടെ ഭരിക്കുന്നത് സ്വന്തം രാജ്യത്തിന് വേണ്ടി രാപ്പകൽ അധ്വാനിക്കുന്ന ഒരു കർമ്മയോഗിയാണ്. കഴിഞ്ഞ ഈ ഒരു ദശകത്തിനിടയിൽ ഭാരതം കൈവരിച്ച നേട്ടങ്ങൾ ഈ പ്രതിസന്ധി നേരിടാൻ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. പണം കൈമാറുന്നതിനും സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും വിപ്ലവകരമായ മാറ്റം അഥവാ ഡിജിറ്റൽ ഇന്ത്യ, പിന്നെ അതിവേഗ ഹൈവേകൾ, അത്യാധുനിക റെയിൽവേ, അതുപോലെ പുതിയ തുറമുഖങ്ങൾ, ഇതെല്ലാം ചരക്ക് നീക്കം സുഗമമാക്കി. അതുപോലെ ആയുധങ്ങൾ മുതൽ മരുന്നുകൾ വരെ നമ്മൾ സ്വന്തമായി നിർമ്മിക്കാൻ തുടങ്ങി. അഥവാ ആത്മനിർഭർ ഭാരത്. ഈ കരുത്താണ് ഇന്ന് പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ ഇന്ത്യയെ തളരാതെ കാക്കുന്നത്. പ്രതിസന്ധികൾ വരുന്നത് നമ്മളെ തകർക്കാനല്ല, നമ്മുടെ കരുത്ത് ലോകത്തിന് തന്നെ കാണിച്ചു കൊടുക്കാനാണെന്ന് മോദി തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത കാര്യങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ലോകം മുഴുവൻ ഒരു വലിയ വിപത്തിനെ ഭയപ്പെടുമ്പോൾ നമ്മൾ ഇവിടെ ഇത്രയും ആത്മവിശ്വാസത്തോടെ ഒരു പേടിയുമില്ലാതെ എന്തിനെ ഭയക്കണം എന്ന ചിന്തയിൽ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഓരോ നീക്കവും രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. അദ്ദേഹം കേവലം ഒരു രാഷ്ട്രീയക്കാരനല്ല, അദ്ദേഹം ഈ രാജ്യത്തിന്റെ കാവൽക്കാരനാണ്. 140 കോടി ജനങ്ങളുടെ സ്വപ്നങ്ങൾക്കും സുരക്ഷയ്ക്കും അദ്ദേഹം നൽകുന്ന ഗ്യാരണ്ടിയാണ് ഇന്നത്തെ നമ്മുടെ സമാധാനം. ഒരു വശത്ത് യുദ്ധം, മറുവശത്ത് വികസനം. ഈ 2 കാര്യങ്ങളിലും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ നരേന്ദ്രമോദിക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുക? ഇന്ത്യ ഇന്ന് ലോകത്തിന് ഒരു വെളിച്ചമാണ്. നമ്മൾ ഒരുമിച്ച് നിന്നാൽ, ടീം ഇന്ത്യയായി പ്രവർത്തിച്ചാൽ ലോകത്തിലെ ഒരു ശക്തിക്കും നമ്മളെ തടയാൻ കഴിയില്ല. അങ്ങനെയാണ് അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. നമ്മുടെ രാജ്യം എത്ര സുരക്ഷിതമായ കൈകളിലാണെന്ന് ഓരോ ഭാരതീയനും അറിയട്ടെ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.